മണ്ണും മൂലധനം. എങ്ങനെയാണ് ആ സ്വഭാവം എന്നിൽ ഉണ്ടായതെന്നറിഞ്ഞുകൂടാ. ഇളം പ്രായത്തിൽ തന്നെ കാണുന്നതിലൊക്കെ കണ്ടതിന്റെ അപ്പുറം അന്വേഷിച്ച് മനസ്സ് സഞ്ചരിക്കും. ബീഡി വലിക്കുന്ന ഒരാളും ചുരുട്ട് വലിക്കുന്ന ഒരാളും ജിജ്ഞാസ തുറന്നിട്ടുകൊണ്ടാകും നിൽക്കുക. ബീഡിയിലെയും അതിൽ നിറയ്ക്കുന്ന പുകയിലെയും എവിടുന്നൊക്കെയാകും വന്നിട്ടുണ്ടാവുക. ആരാണിതിങ്ങനെ ചുരുട്ടിയെടുക്കുന്നത്? ചുരുട്ട് ബീഡിയേക്കാൾ തലയെടുപ്പ് കാട്ടുന്നത് ബീഡിയിലേക്കാൾ കേമമായ കറുത്ത ഇല കാരണമല്ലേ? ഭൂമിയുടെ ഏതറ്റത്താണ് ഗാലിപ്പുകയില എന്ന ആ നീളമേറിയ ഇല വളരുന്നത്? ഇത് ചെടിയിൽ തൂങ്ങി നിൽക്കുമ്പോൾ തന്നെ കറുത്തിട്ടാണോ? എന്തിലേക്കും ഇങ്ങനെ 100,000 ചോദ്യങ്ങളുമായി മനസ്സ് സഞ്ചരിക്കും. വ്യാപാര കൗതുകമായിരുന്നു മറ്റൊന്ന്. കടൽ യാത്രകളിലൂടെ വ്യാപാരം വികസിച്ചു വന്ന കേരളത്തിന്റെ വടക്കൻ തീരദേശമായ തലശ്ശേരിയിൽ ജനിച്ചു വളർന്നതുകൊണ്ടാവാം അങ്ങനെയൊരു സ്വഭാവം ചെറുപ്പത്തിലേ ഉണ്ടായത്. കുരുമുളക്, ഏലം, കാപ്പിക്കുരു തുടങ്ങിയ ലോകത്തിന് പ്രിയപ്പെട്ട സുഗന്ധവ്യഞ്ജനങ്ങൾ തലശ്ശേരി തുറമുഖത്തിലൂടെ അറബ് വ്യാപാരികളാൽ ഏഷ്യൻ യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിൽ എത്തിപ്പെടുകയും അതിന്റെ ഉറവിടം തേടി യൂറോപ്യൻ നാവികർ കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായി പരിലസിച്ച തലശ്ശേരിയിൽ എത്തിച്ചേർന്നതുമായ ചരിത്രം സ്കൂളിൽ പഠിക്കും മുമ്പേ വീട്ടുവർത്തമാനങ്ങളിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നു. തലമുറകളായി ഒരു വ്യാപാര കുടുംബമാണ് ഞങ്ങളുടേത്. 1600-ാം ആണ്ട് മുതൽക്കുള്ള യൂറോപ്യന്മാരുടെ ഇന്ത്യ അധിനിവേശവും കറുത്ത സ്വർണം എന്ന ഖ്യാതി ലോകമാകെ നേടിയ കുരുമുളക് വ്യാപാരവും തമ്മിൽ ഒരു ആദിമ ബന്ധമുണ്ടല്ലോ. 18-ാം നൂറ്റാണ്ട് മുതൽ മലബാർ തീരത്ത് ആ ബന്ധത്തിലെ ഒരു ഇടക്കണ്ണിയായിരുന്നു കുരുമുളക് വ്യാപാരത്തിന്റെ തലപ്പത്ത് നിന്ന KE കുടുംബം. കച്ചവടത്തിൽ അഗ്രഗണ്യരായ ആ KEമാരുടെ പിൻഗാമികളിൽ ഒരാളാണ് ഞാൻ. KE എന്നതൊരു പേർഷ്യൻ പദമാണ്. ആ വാക്കിന്റെ അർത്ഥം അധിപൻ, ഉടമ എന്നൊക്കെയാണ്. ബഹുമാനാർത്ഥം വിളിക്കാവുന്ന ഈ പേരിൽ തന്നെ ഒരു വ്യാപാര കുടുംബം നിലകൊണ്ടു. പോകെ പോകെ എല്ലാവരും ആ പേര് വിളിച്ചു തുടങ്ങി. ബ്രിട്ടീഷ് ഇന്ത്യ സാമ്രാജ്യത്തിന് നിലനിൽക്കാൻ ചുങ്കപ്പിരിവും കച്ചവട ലാഭവും വേണമായിരുന്നുവല്ലോ. അതിനായി രാജ്യത്തെമ്പാടും പ്രവർത്തിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ ആസ്ഥാനം തലശ്ശേരിയായിരുന്നു. സ്വാഭാവികമായും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് KEമാരുമായി സമ്പർക്കം പുലർത്താതെ ഇവിടെ കച്ചവടം അസാധ്യം. ഡച്ചുകാരുമായി വ്യാപാരം ചെയ്ത പരിചയം കൊണ്ട് ബ്രിട്ടീഷുകാരുമായി വ്യാപാര ഉടമ്പടി ഉണ്ടാക്കാൻ KEമാർക്ക് പ്രയാസമായില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യ രാജ്യത്തുടനീളം ബിസിനസ് ഏജന്റുമാർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ KEമാർ ബോംബെ, മദ്രാസ് തുടങ്ങിയ തുറമുഖ നഗരങ്ങളിലും അതുവഴി ലണ്ടൻ, പാരീസ്, ആംസ്റ്റർഡാം തുടങ്ങിയ യൂറോപ്യൻ നഗരങ്ങളുമായി വൻതോതിൽ കച്ചവടത്തിലേർപ്പെട്ടു. ഇതിനായി സ്വന്തമായി കപ്പലുകളും പത്തേമാരികളും അനവധി നിർമ്മിച്ചു. ചരക്ക് സൂക്ഷിക്കാൻ തുറമുഖത്തിനടുത്ത് നിരവധി പാണ്ടികശാലകളും പണിതുണ്ടാക്കി. കാലപ്രവാഹത്തിൽ നിലംപൊത്തിപ്പോയ പാണ്ടികശാലകൾക്കിടയിൽ അവശേഷിക്കുന്ന പലതും ഇന്നും തലശ്ശേരി കടപ്പുറത്ത് KEമാരുടെ കച്ചവട പെരുമയുടെ സ്മാരകമായി നിലനിൽക്കുന്നു. ഇതിന്റെ ജനൽപ്പാളികളിൽ കാണുന്ന കണ്ണാടിച്ചില്ലുകൾ 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ അത് നിർമ്മിക്കുന്ന കാലത്ത് കെട്ടിട നിർമ്മാണ പ്രക്രിയയിൽ ആദ്യമായിരുന്നു. ഇന്നും ഉടയാതെ നിൽക്കുന്ന ആ ചില്ലുപാളികളിൽ അസ്തമയ സൂര്യന്റെ പൊൻവെട്ടം വീണ് തിളങ്ങുന്നതും നോക്കി എത്രയോ സായാഹ്നങ്ങൾ അവിടെ ചിലവഴിച്ചിരിക്കുന്നു. ചരിത്രം കേട്ടു തുടങ്ങിയ ബാല്യ കൗമാരദശകളിൽ മാത്രമല്ല, ഇപ്പോഴും അതെ. കടൽ പ്രതിബിംബിക്കുന്ന ആ ചില്ലുജാലകത്തിൽ എത്ര നേരമെങ്കിലും നോക്കി നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. നൂറ്റാണ്ടുകളുടെ വ്യാപാര ചരിത്രം മുഖം നോക്കിയ ആ കണ്ണാടിയിൽ കുഞ്ഞുനാൾ മുതൽ കേട്ട കപ്പലോട്ടങ്ങൾ ഒരു ചലച്ചിത്രത്തിലെ രംഗങ്ങൾ പോലെ അപ്പോൾ കാണാമായിരുന്നു. കൊളോണിയൽ കാലഘട്ടത്തിന്റെ ശേഷിപ്പുകൾ എമ്പാടുമുള്ള ജന്മനാടായ തലശ്ശേരി എന്നും ജിജ്ഞാസയുടെയും അന്വേഷണങ്ങളുടെയും നിധികുംഭമായി മാറിയിരുന്നു. 1708-ൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച തലശ്ശേരി കോട്ടയും 1794-ൽ സ്ഥാപിച്ച കോടതിയും 1901-ൽ കമ്മീഷൻ ചെയ്ത റെയിൽവേയും പോലുള്ള തൊട്ടുനോക്കാവുന്ന ചരിത്ര സ്മാരകങ്ങൾ കണ്ടു വളർന്നവന് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ എവിടുന്നോ കടലിരമ്പം കേൾക്കാൻ കഴിയുന്നു. വളരണം, വളർന്നു വലുതാകണം, തലശ്ശേരി കടൽപ്പാലത്തിനപ്പുറം കാണാക്കടൽ താണ്ടിപ്പോകണം, പോയി കച്ചവടം ചെയ്യണം, KEമാർ പോയതിനേക്കാൾ ദൂരത്തിൽ ലോകം ചുറ്റണം. ഉള്ളിൽ തുടിച്ച അഭിലാഷങ്ങളുടെ മന്ത്രണം ഇതായിരുന്നുവെന്നന്ന് വ്യക്തമായിരുന്നില്ല. 13-ാം വയസ്സിലാണ് അതിന്റെ ലാഞ്ചന കണ്ടു തുടങ്ങിയത്.
ഏറ്റവും പോഷകഗുണമുള്ള വെജിറ്റബിൾ എന്ന് പരക്കെ അറിയപ്പെട്ട മുരിങ്ങക്കോൽ കൃഷിയും വിപണനവും ചെറിയ തോതിൽ ഞാൻ ആരംഭിച്ചു. ഒരു 8ാം ക്ലാസ്സുകാരൻ സാഹസികമായി കൃഷിപ്പണിയിലേക്ക് ഇറങ്ങി വന്നാൽ ഇന്നതൊരു പത്രവാർത്തയാണ്. സ്കൂൾ മുറ്റത്തോ വീട്ടിലോ ക്യാമറയുമായി ചാനലുകാരും വന്ന് നിരക്കും. പക്ഷെ അക്കാലത്ത് താഴ്ന്ന വരുമാനമുള്ള വീട്ടിലെ കുട്ടികൾ അല്ലറ ചില്ലറ ബിസിനസ്സിൽ സ്വയം ഏർപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കുറച്ചു മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമായ ഞാൻ ഇത് ചെയ്തത് ഒരു ആന്തരിക പ്രേരണയാലാണ്. മുരിങ്ങ, മാങ്ങ, പച്ചച്ചീര, കോവയ്ക്ക തുടങ്ങിയവ സ്വന്തം വീട്ടിൽ നിന്നും അയൽവീട്ടിൽ നിന്നും ചിലപ്പോൾ വഴിയരികിൽ നിന്ന് പോലും സ്വരൂപിച്ചായിരുന്നു കുട്ടിക്കച്ചവടത്തിന്റെ ആദ്യപടി. പഠിച്ച സ്കൂളിലെ ടീച്ചർമാർ തന്നെയായിരുന്നു ആദ്യ ഇടപാടുകാർ. പിന്നെ പുറമേയുള്ളവരിലേക്കും അത് പടർന്നു. അവിയലും സാമ്പാറും ഉപ്പേരിയുമൊക്കെ എത്ര ദിവസം വേണമെങ്കിലും മടിയില്ലാതെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ശീലിച്ച പരിസരവാസികൾ ചുറ്റുപാടും വിളയുന്ന മുരിങ്ങക്കയും മാങ്ങയും ചീരയുമൊക്കെ ഇരുകൈയും നീട്ടി ആവേശത്തോടെ സ്വീകരിച്ചു. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന രുചിയില്ലാത്ത തടിയൻ മുരിങ്ങക്കയിൽ നിന്നും മോചനം കിട്ടുന്നത് കേരളത്തിൽ അതിന്റെ വിളവെടുപ്പ് സീസൺ വരുമ്പോഴാണ്. എല്ലാ കാലത്തും സ്വന്തം മണ്ണിൽ വിളയുന്നത് ലഭ്യമാക്കിയാൽ ബിസിനസ് എവർഗ്രീനായി നിലനിൽക്കുമെന്ന് കണ്ടാണ് അതിന്റെ കൃഷിയിലേക്ക് മനസ്സു നീണ്ടത്. കൃഷി എപ്പോഴും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒന്നാണല്ലോ. മഴക്കാലത്ത് മുരിങ്ങക്കായ പിടിക്കില്ല. വെള്ളം കെട്ടി നിന്നാൽ ചുവട് ചെയ്യും. നല്ല സൂര്യപ്രകാശവും ചുവട്ടിൽ വളമായി കടൽപ്പൂഴിയുമാണ് മുരിങ്ങയുടെ വളർച്ചയ്ക്ക് വേണ്ടതെന്ന് പഴമക്കാർ പറഞ്ഞു തന്നു. അപ്രകാരം കാലാവസ്ഥ നോക്കി തറവാട്ട് വളപ്പിലാകെ മുരിങ്ങ നടാൻ തുടങ്ങി. വളരുന്ന മുറയ്ക്ക് ചുവട്ടിൽ മണലിട്ട് കൊടുക്കണം. അതിനെവിടെ പോവും? അതിന് വീട്ടുകാരോട് കാശ് ചോദിച്ചാൽ കളി കാര്യമാകുമെന്നറിയാം. കുട്ടിക്കളി നിർത്തിക്കൊള്ളാനാകും അവിടെ നിന്നുള്ള ശാസന. എന്റെ കൃഷിയും കച്ചവടവുമൊക്കെ ചെറുപ്രായത്തിന്റെ ഒരു തമാശയായേ വീട്ടുകാർ ആ സമയത്തൊക്കെ എടുത്തിരുന്നുള്ളൂ. മുരിങ്ങച്ചോട്ടിലിടാൻ മണൽ എവിടുന്ന് എങ്ങനെ സംഘടിപ്പിക്കുമെന്ന് സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ആലോചിച്ച് നടന്ന ദിവസങ്ങളിലൊന്നിൽ അത് കണ്ണിൽപ്പെടുന്നു. പുതുതായി പണിപൂർത്തിയായ ടാറിട്ടൊരു റോഡിന്റെ ഇരുവശങ്ങളിലായും അതാ മണൽ ചിതറിക്കിടക്കുന്നു, ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ആർക്കും വേണ്ടാതെ കിടന്ന മണൽ തടുത്തുകൂട്ടി ഒരു ചാക്കുമായി വന്ന് വാരി നിറച്ചു. ടാറുപണി കഴിഞ്ഞ റോഡിന്റെ വശങ്ങളിലെല്ലാം ഇങ്ങനെ മണൽ തൂവി കിടപ്പുണ്ടാകുമെന്ന് പിന്നീടുണ്ടായ ഒരു നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കി. കുറച്ചലഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ കാണുന്നിടത്തു നിന്നൊക്കെ അത് വാരിക്കൂട്ടി മുരിങ്ങയ്ക്ക് കാലാകാലങ്ങളിൽ വളമിട്ടുകൊണ്ടിരുന്നു. അവിടുന്ന് പഠിച്ചത് ഒരു ലോകൈക കാര്യമാണ്. ഏതെല്ലാമോ കാരണങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടതൊന്നും ഉപയോഗരഹിതമല്ല എന്ന കാര്യം. ഉപേക്ഷിക്കാൻ ഇടയാക്കിയ കാരണങ്ങൾ ഉദാസീനതയാവാം, അലംഭാവമാകാം, അജ്ഞതയാകാം, കർത്തവ്യ വിലോപമാകാം. അതെന്തുമായിക്കൊള്ളട്ടെ, ആ ന്യായീകരണങ്ങൾക്കപ്പുറം പുനരുജ്ജീവന സാധ്യത പോലെ മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ തള്ളിക്കളയുന്നതും വലിച്ചെറിയുന്നതുമൊന്നും പാഴല്ല. വഴിയോരങ്ങളിൽ നിന്ന് വാരിയെടുക്കുക വഴി കൺമുമ്പിൽ കുമിഞ്ഞ മണൽ ശേഖരം ആ യൂണിവേഴ്സൽ ഫാക്ടറിയിലേക്ക് കണ്ണു തുറപ്പിക്കുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എന്നതാണ് മറ്റൊരു വസ്തുത. തലശ്ശേരി കടൽപ്പാലത്തിനപ്പുറം കടൽ ചെന്നു മുട്ടുന്ന ചക്രവാളത്തിനും അപ്പുറം പറന്നെത്താനുള്ള മോഹം തൊഴിലന്വേഷണാർത്ഥം എന്നെ ദുബായിൽ കൊണ്ടെത്തിച്ചതോടെയാണ് ആ കാലത്തിന് തുടക്കമാവുന്നത്. ദുബായിലെ അന്നത്തെ ഏറ്റവും വലിയ കച്ചവട കേന്ദ്രമായ കരാമയിൽ പ്രസന്റേഷൻ ആർട്ടിക്കിൾ വിൽക്കുന്ന ചെറിയൊരു കടയിൽ കിട്ടിയ സെയിൽസ്മാൻ തസ്തികയാണ് ആ ആദ്യത്തെ കടൽ താണ്ടലിൽ നങ്കൂരമായത്. ഇറാനികളായിരുന്നു തൊഴിൽദാതാക്കൾ. ഒരു കൊച്ചു കടയുടെ പരിമിതിയിൽ നിന്ന് പറന്നുയരാനുള്ള സഹജമായ ആഗ്രഹവും അതിന് തടയിടാനുള്ള അവരുടെ ഉശിരുള്ള ശ്രമവും ഒരു തുറന്ന യുദ്ധത്തിൽ ചെന്നെത്തുകയും ഞാൻ വെല്ലുവിളിയോടെ പുറത്തുവന്ന് ഒരു സ്വന്തം ബിസിനസ് കണ്ടെത്തുന്നതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. എന്തു ബിസിനസ്? ഏതുതരം ബിസിനസ്? എവിടുന്ന് മൂലധനം കണ്ടെത്തും? സഹായത്തിനാര്? ഷോപ്പിനും ട്രേഡ് ലൈസൻസിനും സ്പോൺസർഷിപ്പിനുമൊക്കെയായി ധാരാളം പണം വേണം. ദുബായ് പോലൊരു അന്തർദേശീയ മാർക്കറ്റിൽ വെറും കൈയോടെ പകച്ചു നിന്നു. അപ്പോഴും സാന്ത്വനമേകി ഉൾമനസ്സൊപ്പമുണ്ടായിരുന്നു. ആശങ്ക നിറഞ്ഞ മനസ്സുമായി എവിടെയെങ്കിലും ചടഞ്ഞിരിക്കാനാവുമായിരുന്നില്ല. ബസ്സുകൾ മാറിക്കയറി UAE-യുടെ പല ഭാഗങ്ങളിലേക്ക് എന്തിനെന്നില്ലാതെ പല ദിവസങ്ങൾ സഞ്ചരിച്ചു. ചില്ലുജാലകത്തിൽ മുഖം ചേർത്ത് പുറംകാഴ്ചകളിൽ കണ്ണും നട്ട്
നിശൂന്യമായ മനസ്സുമായി ഏറെയും താണ്ടിയത് മരുഭൂപ്രദേശങ്ങളിലൂടെയായിരുന്നു. അത്ഭുതമെന്ന് വേണം പറയാൻ. ഭാവിയുടെ വഴിയിലൂടെയാണ് ആ ചുറ്റിക്കറങ്ങിയതത്രയുമെന്ന് വിശ്വസിക്കാൻ തക്ക കാര്യങ്ങളാണ് തുടർന്ന് സംഭവിച്ചത്. അതായത്, മരുഭൂക്കാഴ്ചകളിൽ ഒരു കണ്ടെത്തൽ വെളിപാടുപോലെ ഉണ്ടാവുന്നു. ഓരോ എമിറേറ്റിലെയും മരുഭൂമിയുടെ മണൽ നിറം ഒന്നിനൊന്ന് വ്യത്യസ്തം. ജോലി ഉപേക്ഷിച്ചിറങ്ങിപ്പോന്ന ഷോപ്പിലെ വിവിധയിനം ഗിഫ്റ്റ് ആർട്ടിക്കിളുകൾ വാങ്ങിപ്പോകുന്നതൊക്കെയും കൂടുതലും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വന്ന സഞ്ചാരികളാണ്. UAE സന്ദർശിച്ച് തിരികെ പോകുന്ന ഈ ടൂറിസ്റ്റുകൾക്ക് വൈകാരിക സ്പർശമുള്ള, അല്ലെങ്കിൽ ചരിത്രപരമായ ഒരു സുവനീർ എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് 7 എമിറേറ്റ്സിന്റെ വ്യത്യസ്തത കാട്ടുന്ന 7 തരം മരുഭൂമണൽ കൊടുത്തുകൂടാ എന്നൊരു കാട് കയറിയ ചിന്ത ആ രാത്രി മുഴുവനും ഉറക്കം കളഞ്ഞെന്നെ അലട്ടി. നേരം പുലരുന്നതിനൊപ്പം അതൊരാശയമായി ഉള്ളിൽ വളർന്നു വന്നു. 7 ലെയറുകളുള്ള ഒരു ചെറു കണ്ണാടിപ്പെട്ടി നിർമ്മിക്കുക, അതിനുള്ളിൽ 7 തരം മണ്ണും പരസ്പരം കലരാതെ അടക്കം ചെയ്യുക. ഉത്കടമായ ആവേശവുമായി 7 എമിറേറ്റിലെയും മരുഭൂദേശങ്ങൾ കറങ്ങി നടന്ന് മണൽ ശേഖരിച്ചു. ഒരു പണിക്കാരന്റെ സഹായത്തോടെ വിചാരിച്ച പ്രകാരം ചില്ലുകൂട്ടിനുള്ളിലാക്കി. കൂടുതൽ ചില്ലുപെട്ടിക്കുള്ള പണമില്ലാതിരുന്നതിനാൽ 10 എണ്ണമേ ഉണ്ടാക്കാനായുള്ളൂ. അനന്തരം വിൽപ്പനയ്ക്കിടം തേടലായി. ദുബായിൽ പരിചിതമായ കരാമ മാർക്കറ്റിൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ നേരിട്ട് കണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വിൽക്കാവുന്നതേയുള്ളൂ. പക്ഷേ അത് ഇറാനികളായ മുൻ തൊഴിലുടമകളുടെ കണ്ണിൽപ്പെടാനിടയുണ്ട്. അവരെ വെല്ലുവിളിച്ചു പോന്ന എന്നെ കൊടുക്കാൻ അവർ അനധികൃത വ്യാപാരമെന്ന് പറഞ്ഞ് പോലീസിന് ഒറ്റുകൊടുക്കില്ലെന്ന് ആര് കണ്ടു? പോരാത്തതിന് ഇറാനി വംശജർ പോലീസിലുമുണ്ടെന്നത് അവരെ സംബന്ധിച്ച് പണി എളുപ്പവുമാകും. ഇനി എന്തു വഴി? ഷോപ്പിൽ നിൽക്കുമ്പോഴൊക്കെ ദുബായ് മ്യൂസിയത്തിൽ നിന്ന് വാങ്ങിയ UAEയെ സംബന്ധിക്കുന്ന സുവനീറുകൾ ടൂറിസ്റ്റുകളുടെ കയ്യിൽ കാണാറുള്ള കാര്യം ഓർമ്മ വന്നു. അക്കൂട്ടത്തിൽ എന്റെ മണൽപ്പെട്ടിയും ഇടം പിടിച്ചാലോ എന്ന പ്രത്യാശയോടെ ഒരു ദിവസം ബർദുബായിലെ പ്രസിദ്ധമായ മ്യൂസിയത്തിലെത്തി. അനുകൂലമായിരുന്നില്ല അധികൃതരുടെ ആദ്യ പ്രതികരണം. സവിശേഷതകൾ നിറഞ്ഞ ഒരു അറേബ്യൻ ദേശത്തിന്റെ പൈതൃകവും ആദിമ സംസ്കാരവും വികാസ പരിണാമങ്ങളുമൊക്കെ മുദ്രചാർത്തിയ ഗാംഭീര്യമാർന്ന നിർമ്മിതികൾ എമ്പാടും നിറഞ്ഞ ദുബായ് മ്യൂസിയം പോലൊരു കേന്ദ്രത്തിൽ മണ്ണ് നിറഞ്ഞ ചില്ലുപെട്ടികളോ? ഇങ്ങനെ ഒരു ചോദ്യമാവാം മുഖ്യ ഓഫീസറുടെ മുഖത്ത് കണ്ട ചിരിയിൽ തെളിഞ്ഞു മാഞ്ഞത്. അല്പം വൈകാരികത കലർന്ന ശബ്ദഭാവങ്ങളോടെ കൊച്ചു നിർമ്മിതിയുടെ ഗുണഗണങ്ങളും ആവശ്യകതയും അവരോട് വർണ്ണിച്ചു. 7 മരുഭൂമിയിലെ മണ്ണ് മറ്റെന്തിനേക്കാളും ടൂറിസ്റ്റുകളിൽ 7 എമിറേറ്റ്സിന്റെയും ഓർമ്മകളെ മഹത്തരമാക്കും സർ എന്ന എന്റെ വിശദീകരണത്തിന് മുമ്പാകെ ഓഫീസറുടെ വിസമ്മതം അലിഞ്ഞു. അദ്ദേഹം ഓക്കെ, വിൽ സീ എന്നു പറഞ്ഞ് 10 മണൽപ്പെട്ടികളും വാങ്ങിവെച്ചു. വിറ്റുപോയാൽ മാത്രം പേയ്മെന്റ് എന്ന ഉപാധിയോടെ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു അറിയിപ്പ് വന്നു. എല്ലാം വിറ്റുപോയി, ഇനിയും കൊണ്ടുവരൂ. ശുഭാപ്തി വിശ്വാസം കൈവിടിയാത്ത ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു എന്നത് നേരാണ്. പക്ഷെ ഇത്രത്തോളം പ്രതീക്ഷിച്ചതല്ല. കാടും ചൂടും തണുപ്പും പൊടിക്കാറ്റും നിശബ്ദതയും ജലരാഹിത്യവും കള്ളിമുൾ ചെടികളും മാത്രമായി അതുവരെ സാധാരണ കാഴ്ചയിൽ കിടന്ന മരുഭൂമി അതിജീവനത്തിന് കുതിച്ച ഒരു പരദേശിയുടെ എളിയ വ്യാപാര പരീക്ഷണത്തിന് അവിശ്വസനീയമായ സഫലീകരണം നൽകിയിരിക്കുന്നു. അതെ, മണ്ണ് മൂലധനമായിരിക്കുന്നു. ആ ആശ്ചര്യം അനന്തരം ഒരനന്ത സാധ്യതയായി വിശാലമായി പരന്നു കിടന്നു. അതെന്നെ പുതിയ സഞ്ചാരപഥം തേടാൻ പ്രേരിപ്പിച്ചു. അധികമാരും കൈവയ്ക്കാത്ത ഒരു കർമ്മമേഖലയിലേക്ക് ചുവടുവെക്കുകയായിരുന്നു. UAE സന്ദർശിച്ചു മടങ്ങുന്ന ടൂറിസ്റ്റുകളുടെ കൈകളിൽ സെവൻ സാൻസ് ഒരു സ്ഥിരം കാഴ്ചയായി. കോർപ്പറേറ്റ് കമ്പനികൾ നൽകുന്ന അവരുടെ സുവനീറുകളിലും ഗവൺമെന്റ് നൽകുന്ന ഉപഹാരങ്ങളിലും സെവൻ സാൻസ് സ്ഥാനം പിടിച്ചു. ഇറ്റാലിയൻ, സ്പാനിഷ്, അമേരിക്കൻ ഫ്രെയിമുകൾ നൽകി പല രീതിയിൽ സെവൻ സാൻസ് ഉൽപ്പന്നത്തിന് ഭംഗിയേറ്റി.